ഹായ് ഹലോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സറാറ പാന്റും ക്രോപ്പ് ടോപ്പും. സറാറ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലവർക്കും ഒരു ബേജാറാവൂലേ? കാരണം അത്രയും നിറയൊക്കെ കൊടുക്കണം, ആലോചിക്കുമ്പോൾ തന്നെ തല മിന്നും. പക്ഷെ സംഭവം സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിലൊരു സറാറ പാന്റും ക്രോപ്പ് ടോപ്പും ചെയ്യാം ട്ടോ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാന്റിന് വേണ്ടിയിട്ട് ലൈനിങ് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ലെങ്ത് 21 ഇട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ വേസ്റ്റ് 5.5 എടുത്തിട്ടുണ്ട്. ഇനി ക്രോച്ചേരി 8 ഇട്ട് എടുക്കുന്നത്. നമ്മളിത് ഈ മുകളിൽ പട്ട വെച്ച് കൊടുക്കില്ല, ആ ഒരു പട്ടക്കുള്ള അളവ് മുകളിൽ വിട്ടിട്ട് വേണം നമ്മൾ ക്രോച്ചേരി എടുക്കാൻ കേട്ടോ. അപ്പോൾ ടോട്ടൽ ഇതാ ഞാൻ 8 കൊടുക്കുന്നത്. 2 ഞാൻ പട്ടയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ക്ലോത്ത്. മെയിൻ ക്ലോത്തിന്റെ അളവ് വരുന്നത് 12 കേട്ടോ. കാരണം നമുക്ക് സറാറ ആയതുകൊണ്ട് ഒരു ഹാഫ് വരെ വന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് നെറിയാണല്ലോ വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതാ ഒരു 12 വേണ്ടത്. അപ്പോൾ 13 തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 12ന്റെ ബാക്കി പോർഷനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ക്ലോത്ത് അത്യാവശ്യം നല്ല ലെങ്ത്ത് വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 മീറ്ററാണ് ഈ ഒരു ക്ലോത്ത് എടുത്തിട്ടുള്ളത്. ഈ ഒരു ക്ലോത്ത് ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് നല്ല നെറിവിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ലൈനിങ്ങും മെയിൻ പീസും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ 2 പീസും നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കുക. ഈ ഒരു മുകൾ ഭാഗവും അതുപോലെ തന്നെ ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗവും കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിലായിരിക്കും കിട്ടുക. ഏകദേശം നമ്മുടെ പാൻറ്റ് പോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ വരുന്ന പീസും ആ ഒരു പട്ടയും വെച്ച് കൊടുക്കൽ, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കൽ, ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ പലാസോ പാൻറ്റ് ചെയ്യുന്ന സമയത്ത് ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യണതെങ്കിൽ ഒരിക്കലും ലൈനിങ്ങും ക്ലോത്തും തമ്മിൽ കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കരുത് കേട്ടോ. ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോച്ച് ഏരിയയിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം ഒരു ഇഞ്ച് വ്യത്യാസത്തിലൊന്ന് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ശേഷം ഇത് നമ്മുടെ മെയിൻ ക്ലോത്ത് ഉള്ളിലേക്ക് നീക്കി കൊടുത്തതിന് ബാക്കി അങ്ങോട്ട് ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ലൈനിങ് മാറ്റിയിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ ആ ഒരു പാൻറ്റിൻ്റെ ഫ്ലെയറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക. ഇപ്പോൾ നമ്മൾ പാൻറ്റ് ഇതാ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത്, അതായത് നമുക്ക് ഇതാ മെയിൻ പാർട്ട് ഈ ഒരു ഹാഫ് വരെ വരുന്നുള്ളല്ലോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇനി പീസ് വെച്ച് അടിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് പട്ടയം വെച്ച് കൊടുക്കണം. ഫ്ലെയറിന് വേണ്ടിയിട്ട് ഏകദേശം ഞാൻ അത് ഒരു 1.5 മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്രയും ഫ്ലെയർ ഉണ്ടാവുമ്പോഴാണ് ആ ഒരു ഭംഗി കാണുക. അപ്പോൾ ഇതിൻ്റെ ഒരു അറ്റത്ത് ഞാൻ പീക്കോ വർക്കും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ മെഷീൻ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മടക്കി ചുരുട്ടി അടിച്ചാലും മതി കേട്ടോ. അപ്പോഴും നമുക്ക് ആ ഒരു ഭംഗി കിട്ടും. അപ്പോൾ ഇത്രയും ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ക്ലോത്തിന് നമ്മളിതാ ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ചതിന് ശേഷം ചെറിയ ചെറിയ നെറി ഇട്ടിട്ട് നമുക്ക് മാക്സിമം എത്ര കൊടുക്കാൻ കഴിയും അത്രയും ഈ ഒരു ക്ലോത്തിൽ തന്നെ റൗണ്ടാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡ്രസ്സിൽ പിടിപ്പിക്കാൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇതാ ആ ഒരു ക്ലോത്തിനെ നമ്മളൊന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു റൗണ്ട് ഷേപ്പിലായിരിക്കും ആ ഒരു ഇത് കിട്ടുക. ഇനി ഇതാ ഇതുപോലെ വെച്ചിട്ട് നമ്മളങ്ങനെ നെറിയിട്ട് കൊടുക്കുക. നെറിയിടുന്ന സമയത്ത് ഇതുപോലെ മാക്സിമം അടുത്തടുത്തായിട്ട് ഉള്ളിലേക്കൊക്കെ വെച്ചിട്ട് നെറിയിട്ട് കൊടുക്കുക കേട്ടോ. എത്രയും നെറി കിട്ടുന്നത് അത്രയും ഭംഗിയാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു 1.5 മീറ്ററിൽ വരുന്ന പീസിൽ നമ്മളിതാ ഈ ഒരു ഭാഗത്ത് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിലാണ് കിട്ടുക. 1.5 മീറ്റർ ഫ്ലെയറിന് മാത്രം കൊടുത്തുകൊണ്ട് തന്നെ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി നമുക്ക് പട്ട വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ അളവൊന്ന് കറക്റ്റ് ആക്കി എടുക്കുക കേട്ടോ. എനിക്കിവിടെ 9 പോയിൻറ്റ് സംതിങ് ആണ് കിട്ടിയത്. ആ ഒരളവിൽ കറക്റ്റ് ആക്കിയിട്ട് തന്നെ ഞാനൊരു പട്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനതിൻ്റെ വീതി എടുത്തത് 4 നമ്മുടെ മെയിൻ ക്ലോത്ത് കുറച്ച് സീത്രൂ ആയതുകൊണ്ട് ഒരു ലൈനിങ് പീസും കൂടെ പട്ടയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ക്യാൻവാസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ നമ്മൾ സിബും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പട്ടയും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പട്ട തിരിച്ച് ഇങ്ങോട്ട് മടക്കി തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് നിവർത്തി പിടിക്കട്ടെ നമ്മുടെ പട്ട. എന്നിട്ട് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുക. ആ ഒരു ഭാഗം മടക്കുമ്പോൾ ഒന്ന് തയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യൽ തുമ്പ് കാണാത്ത രീതിക്ക് വേണം നമ്മൾ മടക്കാൻ. എന്നിട്ട് നമുക്കൊന്ന് ഫുള്ളായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് നമ്മൾ പാൻറ്റ് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ എടുത്തിട്ടുള്ളത് 4, ആം ഹോളും സെയിം 4 തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 4 വേണ്ടതെങ്കിലും 4.5 എടുക്കണം കേട്ടോ. കാരണം നമ്മൾ എക്സ്ട്രാ സ്ലീവ് ഒന്നും വെക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഭാഗം തന്നെ ജസ്റ്റ് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെക്കും ഇപ്പോൾ അടയാളപ്പെടുത്തി എടുക്കണില്ല. നെക്ക് നമ്മൾ കോളർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബാക്ക് പീസാണ്. ബാക്കിൽ ഞാൻ ഉക്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വേണം നമ്മൾ ക്ലോത്ത് എടുക്കാൻ. ഫ്രണ്ടിലെ പാർട്ടുണ്ടല്ലോ, ആ പാർട്ടിനേക്കാൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് എടുക്കണം. കാരണം ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ ക്ലോത്ത് വെച്ചിട്ട് മറിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇനി ഡ്രസ്സിൻ്റെ നല്ല വശത്തായി നമുക്ക് ലൈനിങ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഹാം ഹോളിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതാ ഈ ഒരു അടിവശവും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതാ ജസ്റ്റ് ഒന്ന് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ജസ്റ്റ് മറിച്ചെടുക്കുക. നമ്മൾ ഈ അടിവശം എന്തിനാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ചാൽ അടിവശം മടക്കി അടിക്കുമ്പോൾ ഈസി ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഒരു തയ്യൽ തുമ്പ് നമുക്ക് ഉള്ളിലേക്ക് പോകും. അതുകൊണ്ട് ഒറ്റൊരു മടക്ക് തന്നെ മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമ്മൾ കട്ട് ചെയ്യണതിൻ്റെ മുന്നേ ആയിട്ട് ഇതിനൊക്കെ ക്ലോത്ത് കണ്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി ബാക്ക് പീസും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കാം. ബാക്ക് പീസിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇവിടെ ഒരു പടി വെച്ചിട്ട് മറിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ ഹുക്ക് വരുന്നതാ ഈ ഒരു ഭാഗത്താണ് വരിക. ഇതിൻ്റെ മുകളിലാണ് ക്ലോത്ത് വെക്കേണ്ടത്. എന്നിട്ട് താഴേക്ക് മറിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ഈ ലൂപ്പ് വരുന്ന ഭാഗത്ത് ഇതാ അടിവശത്താണ് കേട്ടോ ക്ലോത്ത് വെക്കേണ്ടത്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിലേക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇതവിടെ ഹൈനെക്കാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. ലെങ്ത്തും അതുപോലെ തന്നെ ഫ്രണ്ടിൽ 2 എടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിൽ അരയാണ് കേട്ടോ എടുക്കുന്നത്. അതായത് ബാക്ക് നെക്കിൻ്റെ ഇറക്കെന്ന് പറയുന്നത് അരയാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ കോളറെല്ലാം വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഒന്ന് റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തതിൽ കൂടെ തന്നെ വെട്ടരുത്. ഒന്ന് മാറിയിട്ട്, അതായത് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ മുകളിലേക്ക് മാറിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ഷോൾഡറും കൂടെ ഇതുപോലെ വെച്ചിട്ട് ഇതാ ഈ ഒരു രീതിക്ക് അറ്റാച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡലായിട്ടായിരിക്കും കിട്ടുക. ഇനി നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു റൗണ്ടിൻ്റെ അളവ് എത്രയാണെന്ന്, ഈ ഒരു അളവ് നമ്മൾ എടുക്കുന്നത് കോളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന അളവിനേക്കാൾ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ആക്കിയിട്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പട്ടയൊക്കെ വെച്ച് കൊടുത്തല്ലോ, അതുപോലെ തന്നെ നല്ല വശത്ത് വെച്ചിട്ട് ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഉള്ളിലേക്ക് മടക്കി അടിക്കുക. ശേഷം നമുക്ക് ഈ ഒരു ടോപ്പ് ഷേപ്പും കൂടെ ചെയ്തെടുത്താൽ നമ്മുടെ ഡ്രസ്സിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ നമ്മൾ കോളറൊക്കെ അറ്റാച്ച് ചെയ്ത് മടക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിന് ഷേപ്പും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഹുക്കും വെച്ച് കൊടുക്കണം. അതുപോലെ ലൂപ്സും കൂടെ വെച്ച് കൊടുത്താൽ നമ്മുടെ ഡ്രസ്സ് സെറ്റ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. 5 വയസ്സിനുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത്. നമ്മൾ പുറത്തുനിന്ന് സറാറയൊക്കെ വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.